പ്രിയമുള്ളവരെ, വചനജ്വാല 1126 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 30 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നാളെ മുതൽ നമ്മൾ കൊന്തമാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, യൂറോപ്പ് തീർത്ഥാടനം 15-ാം ദിവസത്തേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫാത്തിമയിലെ പള്ളിയിൽ ദിവ്യബലി അർപ്പിച്ച് അവിടെയുള്ള റിലീജിയസ് ആക്ടിവിറ്റിയുടെ സാങ്ച്വറി സന്ദർശിച്ച് ഞങ്ങൾ മാഡ്രിഡ് സിറ്റിയിലേക്ക് പോകും. ഇന്നത്തെ വചന വായനയിൽ 2 മക്കബായരുടെ പുസ്തകം 10-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. ഇവൻ രാജാവായ ഉടനെ ലിസിയാസ് എന്ന ഒരുവനെ ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും അധിപനായി നിയമിച്ചു. മക്രോൺ എന്ന് വിളിക്കപ്പെടുന്ന ടോളമി യഹൂദർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ഓർത്ത് അവരോട് നീതി പ്രവർത്തിക്കുന്നതിൽ മുൻപനായി അവരുമായി സമാധാനപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഉദ്യമിച്ചു. തൽഫലമായി രാജമിത്രങ്ങൾ അവനെ യൂപ്പോത്തോറിന്റെ മുൻപിൽ കുറ്റപ്പെടുത്തി. ഫിലോമെത്തോർ ഏൽപ്പിച്ചിരുന്ന സൈപ്രസ് വിട്ട് അന്തിയോക്യസ് എപ്പിഫാനസിന്റെ പക്ഷം ചേർന്നതുകൊണ്ട് തന്നെ എല്ലാവരും രാജദ്രോഹി എന്ന് വിളിക്കുന്നത് കേട്ട് തന്റെ സ്ഥാനത്തിന് ചേർന്ന ആദരം ആർജിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവൻ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു. ഗോർജിയാസ് അവിടുത്തെ ഭരണാധിപനായപ്പോൾ ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ച് യഹൂദരോട് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു. പ്രധാനമായ കോട്ടകൾ കൈയടക്കിയ ഇതുമേയരും യഹൂദരെ അലട്ടി. അവർ ജെറൂസലേമിൽ നിന്ന് ബഹിഷ്കരാകുന്ന വരെ സ്വാഗതം ചെയ്യുകയും യുദ്ധം തുടരാൻ ശ്രമിക്കുകയും ചെയ്തു. മക്കബേയൂസും അനുചരന്മാരും പരസ്യ പ്രാർത്ഥന നടത്തി തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഇതുമേയരുടെ കോട്ടകളിലേക്ക് പാഞ്ഞു ചെന്നു. ശക്തിയോടെ ആക്രമിച്ച് ആ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുകയും കോട്ടകളിൽ നിന്ന് പോരാടിയവരെ തുരത്തുകയും നേരിട്ട് എതിർത്തവരെ വധിക്കുകയും ചെയ്തു. 20,000-ൽ കുറയാതെ പടയാളികൾ കൊല്ലപ്പെട്ടു. ഉപരോധം ചെറുക്കാൻ സജ്ജമാക്കിയിരിക്കുന്ന 2 ബലിഷ്ഠ ഗോപുരങ്ങളിലായി 50,000 ആളുകൾ അഭയം പ്രാപിച്ചു. മക്കോബിയൂസ് അവരെ ആക്രമിക്കുന്നതിന് മതിയായ ഒരു സേനയോടുകൂടെ ശിമയോനെയും ജോസഫിനെയും ഒപ്പം സക്കേവൂസിനെയും അവന്റെ ആളുകളെയും അവിടെ നിർത്തി. തന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവർ പുറപ്പെട്ടു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ ജെറോമിനെ അനുസ്മരിക്കുന്ന പൻസുദിനമാണ്. ഇപ്പോഴത്തെ യുഗോസ്ലേവിയയാണ് വിശുദ്ധ ജെറോം ഭൂജാതനായത്. റോമിൽ പഠനം പൂർത്തിയാക്കി ഗ്രീക്കും ലത്തീനും നന്നായി പഠിച്ചു. റോമായിൽ വെച്ച് തന്നെ മാനസാന്തരപ്പെട്ടത്. 22-ാം വയസ്സിൽ പുരോഹിതനായി. പാലസ്തീന സന്ദർശിച്ച് വിശുദ്ധ ഫലങ്ങൾ പരിചയപ്പെടുകയും ഹീബ്രു പഠനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥവും പഠിച്ചു. 391-ൽ 46-ാം വയസ്സിൽ ഡമാസൂസ് പാപ്പ തന്റെ എഴുത്തുകുത്തുകളുടെ ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ബത്ലഹേമിൽ പോയി 30 വർഷം ഏകാന്തവാസം നയിച്ചു. വിശുദ്ധ ഗ്രന്ഥവ്യാഖ്യാനങ്ങൾ, പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ പരിഭാഷ, പുതിയ നിയമം വായിച്ച് പരിഭാഷ പരിഷ്കരിച്ചു. 18 കൊല്ലം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്.
വിശുദ്ധ ജെറോമിന് ഒന്നും അജ്ഞാതമായിരുന്നില്ല എന്നാണ് പറയപ്പെടുക. 85 വയസ്സിൽ കർത്താവ് ജനിച്ച ഗുഹയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. അവിടെയായിരുന്നു താമസിച്ചിരുന്നതും എന്നും പറയപ്പെടുന്നുണ്ട്. വേദപാരംഗതനായ വിശുദ്ധ ജെറോമിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.